ബ്രോ എനിക്ക് ഹാൻഡ് റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു ബ്രോന്റെ പ്രശ്നം. ഇതുപോലെ നല്ല നല്ല ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒട്ടനവധി വീഡിയോസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ വീഡിയോ കാണുമ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് വീണ്ടും വീണ്ടും ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മച്ചാനോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് കിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഈ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അല്ല. അതിന് കാരണം നമുക്ക് ഒരു തലച്ചോറും രണ്ട് പ്രവർത്തികളും ഒരുമിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫ്ലോട്ട് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു, കൈ ചെയ്യുന്നു. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഓടി പോയിട്ട് കൈ ചെയ്ത് കഴിഞ്ഞാൽ കിക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫ്ലോട്ട് ചെയ്യുക, കിക്ക് ചെയ്യുക, കൈ ചെയ്യുക. ആ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു വർക്കൗട്ട് ഉണ്ട്, അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുനിഞ്ഞു നിൽക്കുക. നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണല്ലോ, അതുപോലെ കുനിഞ്ഞു നിൽക്കുന്നു. ഹാൻഡ് മാത്രം നിങ്ങൾ ചെയ്യുക. ഇതുപോലെ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൈ ഒരു റിതം കിട്ടും. ഇത് നിങ്ങളെ ഹാൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതൊരു 50യുടെ ഒരു 3-4 എണ്ണം, അതായത് 1, 2, 3 അങ്ങനെ ഒരു 50 എണ്ണത്തിന്റെ ഒരു 4 സെറ്റെങ്കിലും ചുരുങ്ങിയത് ചെയ്ത് കഴിഞ്ഞാൽ 4-5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫുള്ള് കൃത്യമാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും, യൂട്യൂബിൽ കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.